ഹായ് ഓൾ, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് അല്ലേ. ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് അഡ്ജക്റ്റീവ്സ്. ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താലും അഡ്ജക്റ്റീവ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ മസ്റ്റായിട്ട് നമുക്ക് വരുന്നതായിട്ട് കാണാം അല്ലേ. നമ്മളിപ്പോൾ തീർച്ചയായിട്ടും അഡ്ജക്റ്റീവ്സ് പഠിച്ചിരിക്കണം. ക്ലിയർ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ്സ്. തീർച്ചയായിട്ടും നിങ്ങളത് പഠിക്കുക. പഠിച്ചതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും തീർച്ചയായിട്ടും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് അഡ്ജക്റ്റീവ്സ്? നമുക്ക് ഇത്രയും ഇപ്പോൾ അറിയൂ അല്ലേ. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണെന്ന് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ എന്താണ് അഡ്ജക്റ്റീവ്സ് എന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കിക്കേ, an adjective is a word used to describe or modify a noun or a pronoun. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ നിസ്സാരമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വേർഡാണ് അല്ലേ. അതൊരു വേർഡാണ്. അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ്. അപ്പോൾ ഈ ഒരു വേർഡ് എന്ത് ചെയ്യുന്നു? അഡ്ജക്റ്റീവിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുക അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക. എന്തിനെ? നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ. അപ്പോൾ ഒരു നൗണിനെയോ അല്ല എങ്കിൽ ഒരു പ്രോനൗണിനെയോ എന്ത് ചെയ്യുകയാണ് ഇവിടെ? മോഡിഫൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? അഡ്ജക്റ്റീവ് യൂസ് ചെയ്തത് കൊണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണമാണ്. ഒരു സെൻറ്റൻസിനുള്ളിലെ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഗീവ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ. ഒരു വ്യക്തിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനിയിപ്പോൾ അതൊരു വ്യക്തിയാകണം എന്നില്ല, പ്ലേസ് ആകാം, അതല്ലെങ്കിൽ അതൊരു ആനിമൽ ആകാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ് ആകാം, സാധനങ്ങളാകാം. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിനെയോ, അതുമല്ല എങ്കിൽ സ്ഥലം, അതുപോലെ തന്നെ വ്യക്തികൾ, ഇവയെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അല്ലേ. ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇവിടെ ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുന്ന നൗണിനെ നമ്മൾ എന്ത് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ. ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. എന്താണ്? അവൾ വളരെ മനോഹരമായ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നു. എന്ത് തരം ഡ്രസ്സ്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലേ. ബ്യൂട്ടിഫുൾ ഡിസ്ക്രൈബ്സ് ദ നൗൺ ഡ്രസ്. അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുന്ന നൗണിനെ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ്. വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് ആൻസർ ക്വസ്റ്റ്യൻ സച്ചസ്. ഇനി അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. എന്താണ്? ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ? വാട്ട് കൈൻഡ്, എന്ത് തരം, ഹൗ മെനി, എത്ര എണ്ണം, വിച്ച് വൺ, ഏത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ലഭിക്കുന്ന രീതിയിലായിരിക്കും അഡ്ജക്റ്റീവുകൾ. അപ്പോൾ അഡ്ജക്റ്റീവ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾക്ക് നമുക്ക് അവിടെ ആൻസർ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്. ഒരു സെൻറ്റൻസിനുള്ളിലെ നൗണിനെയോ അതല്ലെങ്കിൽ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ അഡ്ജക്റ്റീവ് എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. ഒരു സെന്റൻസിനകത്തെ നൗണിനെയോ അതല്ലെങ്കിൽ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതായത് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അഡ്ജക്റ്റീവ്സ് എത്ര തരമുണ്ട്, അതായത് എത്ര ടൈപ്പുകളുണ്ട് അഡ്ജക്റ്റീവ്സ്? അഡ്ജക്റ്റീവ്സിനെ തന്നെ നമുക്ക് ഒരുപാട് എണ്ണമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്ജക്റ്റീവ്സിനെ തന്നെ നമുക്ക് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിസ്ക്രൈബ് ചെയ്യാനും ഇൻഡിക്കേറ്റ് ചെയ്യാനും ഷോ ചെയ്യാനും പോയിന്റ് ഔട്ട് ചെയ്യാനും റെഫർ ചെയ്യാനും ആസ്ക് ചെയ്യാനും തുടങ്ങി ഒട്ടനവധി ഡ്യൂട്ടീസ് എന്തിനുണ്ട്? അഡ്ജക്റ്റീവ്സിനുണ്ട്. അപ്പോൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഓരോ അഡ്ജക്റ്റീവിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, എവിടെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്പർ 1 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അല്ലേ. ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ക്വാളിറ്റി ഓർ കൈൻഡ്. ഒരു വസ്തുവിൻ്റെ കൈൻഡ്, അതായത് അത് എന്ത് തരമാണെന്നുള്ളതും ക്വാളിറ്റിയും ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെ എന്ത് വിളിക്കും? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ടോൾ ബിൽഡിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ്? വളരെ ഉയരം കൂടിയ അല്ലെങ്കിൽ പൊക്കം കൂടിയ ബിൽഡിംഗ് ആണെന്ന് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് ബ്ലൂ വെച്ചിട്ട് നമുക്ക് പറയാം ബ്ലൂ പെൻ. അപ്പോൾ എന്ത് തരം പേന? തരം അല്ലേ. വാട്ട് കൈൻഡ് ഓഫ് പെൻ? ബ്ലൂ പെൻ. അടുത്ത ഓണസ്റ്റ് മാൻ. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ മാൻ? എന്ത് തരം ആളാണ്, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയാണ്, ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ടോൾ, അതല്ലെങ്കിൽ ബ്ലൂ, ഓണസ്റ്റ് തുടങ്ങിയ എക്സാമ്പിളിലൂടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. എന്താണത്? ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയോ കൈൻഡോ ഒക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിവരിക്കുകയാണ് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അഡ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്പർ 2 എന്താണ്? സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ്സ് ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ സം, മച്ച്, ലിറ്റിൽ തുടങ്ങിയ വാക്കുകളാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കും അവിടെ എന്താണ്? ക്വാളിറ്റി. പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ അല്ലേ. അല്ലെങ്കിൽ there is little water in the jug, there is a little water in the jug. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ക്വാണ്ടിറ്റി ആണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് എന്ത് തരം അഡ്ജക്റ്റീവ് ആണ്? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് നമ്പർ 3. അപ്പോൾ നമ്പർ 2 ഇവിടെ എന്താണ് കാണിക്കുന്നത്? ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് നമ്പർ 3 ആണ് അല്ലേ. നമ്പർ 3 എന്താണ്? ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജക്റ്റീവ്സ് ആണ് അല്ലേ. നമ്പേഴ്സ് ഷോ നമ്പർ ഓർ ഓർഡർ. അപ്പോൾ അതെന്തായിരിക്കും കാണിക്കുന്നത്? തീർച്ചയായിട്ടും നമ്പറുകളും അതുപോലെ തന്നെ ഓർഡർ, സ്ഥാനങ്ങളും ഒക്കെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 3, ഫസ്റ്റ്, സെവറൽ തുടങ്ങിയ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതെന്ത് തരം അഡ്ജക്റ്റീവ് ആണ്? ന്യൂമറൽ അഡ്ജക്റ്റീവ് ആണ്. അവിടെ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് നമ്പേഴ്സ് ആണ് അല്ലേ. ഷോ ചെയ്യാൻ, അതായത് നമ്പർ അല്ലെങ്കിൽ ഓർഡർ ഷോ ചെയ്യാനായിട്ടാണ് നമ്മൾ ന്യൂമറൽ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 4ാമത്തേത് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ദിസ്, ദാറ്റ്, ദോസ്, ദീസ് തുടങ്ങിയ വാക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. അപ്പോൾ 4 ക്ലിയർ അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു? ക്വാളിറ്റി അല്ലെങ്കിൽ കൈൻഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു? നമ്പർ അല്ലെങ്കിൽ ഓർഡർ ഷോ ചെയ്യുന്നു. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നു, ഏതാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്പർ 5 നമ്മൾ ഏത് ടൈപ്പാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണല്ലേ. പൊസഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബിലോങ്ങിങ്സ് അതും അല്ലെങ്കിൽ ഓണർഷിപ്പ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? മൈ, യുവർ, ദെയർ തുടങ്ങിയ വാക്കുകൾ യൂസ് ചെയ്ത് നമുക്ക് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എഴുതാവുന്നതാണ്. അപ്പോൾ പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സെൻറ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്തായിരുന്നു? ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു.
അപ്പോൾ സെയിം ചോദ്യങ്ങളാണെന്ന് മനസ്സിലായി അല്ലേ? ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? വിച്ച്, വാട്ട്, വെൻ, വെയർ, ഹൗ തുടങ്ങിയ വാക്കുകളെല്ലാം, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന WH വേർഡ്സ് ആകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആകാം. ഇവയെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് കണക്കാക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ വിച്ച് ബുക്ക്, ഏത് ബുക്ക്, വാട്ട് ടൈം, ഏത് സമയത്ത്, അല്ലേ? അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലേ? ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, 7th വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സിനകത്ത് നമ്മൾ ഷോ ചെയ്യുന്നത് എന്താണ്? അത് റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? റെഫർ ടു ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, ഓരോ വ്യക്തികളെയും എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈച്ച്, എവ്രി, ഐദർ തുടങ്ങിയ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യാം. ഈ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? റെഫർ ചെയ്യുകയാണ്. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ത് ചെയ്യുകയായിരുന്നു? ഷോ ചെയ്യുകയാണ്, ഓണർഷിപ്പ് ഷോ ചെയ്യുകയാണ്. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ആസ്കിങ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആകുമ്പോഴോ റെഫർ ടു ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അങ്ങനെ നമുക്ക് 7 ടൈപ്പായിട്ടാണ് നമ്മുടെ അഡ്ജക്റ്റീവ്സ് ഉള്ളത് അല്ലേ? 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവിനെ പറ്റി പഠിച്ചു. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ന്യൂമറൽ അഡ്ജക്റ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, പൊസസീവ്, ഇൻട്രോഗേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് തുടങ്ങി 7 പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തത് അല്ലേ? ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓർഡർ ആൻഡ് പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് ഒരു സെൻറ്റൻസിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഓരോ അഡ്ജക്റ്റീവിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഓരോ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേസ് ഏതാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഷോർട്ട് ട്രിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അല്ലേ? ഓർഡർ ആൻഡ് പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡറും പൊസിഷനുമാണ് പറയുന്നത്. വെൻ മോർ ദാൻ വൺ അഡ്ജക്റ്റീവ് യൂസ്ഡ് ദേ ഫോളോ എ സ്പെസിഫിക് ഓർഡർ കോൾഡ് ഒസാസ്കോംബ്. അപ്പോൾ നോക്കിക്കേ, OSASCOMB, ഒസാസ്കോംബ് എന്ന് പറയുന്ന ഒരു ഓർഡറാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. OSASCOMB. ഇനി ഇവിടുത്തെ O എന്തിനെ സൂചിപ്പിക്കുന്നു? ഒപ്പീനിയൻ. S എന്തിനെ സൂചിപ്പിക്കുന്നു? സൈസ്. A ഫോർ ഏജ്, S ഫോർ ഷേപ്പ്, രണ്ടാമത്തെ S ആണ് അല്ലേ? C ഫോർ കളർ, then O ഫോർ ഒറിജിൻ, M ഫോർ മെറ്റീരിയൽ ആൻഡ് ദ ലാസ്റ്റ് വൺ P ഫോർ പർപ്പസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ്. ഇതുപോലെ അങ്ങ് കാണാപ്പാടം അല്ലെങ്കിൽ മനപ്പാടമാക്കി വയ്ക്കണം. അപ്പം അഡ്ജക്റ്റീവ് ഒരു സെൻറ്റൻസിനകത്ത് ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ നമ്മൾ എന്ത് വിളിക്കും? ഒസാസ്കോംബ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് വേറൊന്നും അല്ല, ഇതൊരു ഷോർട്ട് ഫോം ആണ്. വേഗം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് ഫോം മാത്രമാണിത്. ഇങ്ങനൊരു റൂളൊന്നും ഇംഗ്ലീഷ് ഗ്രാമറിലില്ല. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന റൂൾ പ്രകാരമാണ് നമ്മളുടെ ഈ ഒസാസ്കോംബ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നതെങ്കിൽ അത് ആദ്യം കൊടുക്കുക. സൈസ്, ഏജ്, ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ് ഒക്കെ പുറകെ വരുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, എ ലവ്ലി സ്മോൾ ഓൾഡ് റൗണ്ട് റെഡ് ഇന്ത്യൻ വുഡൻ റൈറ്റിംഗ് ടേബിൾ. ഒരു ടേബിളിനെയാണ് ഇത്രയും വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിവരിച്ചിരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാക്കുകളും എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ലവ്ലി അഡ്ജക്റ്റീവ് ആണല്ലേ, സ്മോൾ, ഓൾഡ്, റൗണ്ട്, റെഡ്, ഇന്ത്യൻ, വുഡൻ, റൈറ്റിംഗ്. അപ്പോൾ ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കാനായിട്ട് എത്രയൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത്രയും വാക്കുകളെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഓർഡർ ചേഞ്ച് വരുത്താൻ പറ്റുമോ? അതായത് ഓൾഡ് റൗണ്ടിന് ശേഷം വന്നാൽ മതിയോ? അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ളത് വുഡന് ശേഷം വന്നാൽ മതിയാവോ? അപ്പോൾ അതല്ല അതിൻ്റെ കറക്റ്റ് ഓർഡർ. ആദ്യം ഒപ്പീനിയൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ ആണ് ലവ്ലി ആയിട്ടുള്ള ടേബിളാണ്.
സൈസ് എന്ത് തരം ടേബിൾ? സ്മോൾ സൈസ് ടേബിൾ. ഏജ് എന്ന് പറയുമ്പോൾ ടേബിൾ ആയതുകൊണ്ട് ഓൾഡ് ആണോ ന്യൂ ആണോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓൾഡ്. ഷേപ്പ് എന്ത് ഷേപ്പിലുള്ള ടേബിൾ? റൗണ്ട് ഷേപ്പിലുള്ള ടേബിൾ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ടേബിൾ? എന്താണ്? റെഡ് കളർ. ഒറിജിൻ അതായത് എവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എവിടെയാണ്? ഇന്ത്യയിലാണ്. മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ടേബിൾ ആണ് അല്ലേ? വുഡൻ മെറ്റീരിയൽ. എന്ത് പർപ്പസിനുള്ളതാണ്? റൈറ്റിംഗ് പർപ്പസിനുള്ളതാണ്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തിനെ വിശേഷിപ്പിച്ചതാണ്? നമ്മുടെ നൗൺ ആയിട്ടുള്ള ടേബിളിനെ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇനിയും നമുക്ക് പല സെൻറ്റൻസുകളും തന്നിട്ട് നമ്മുടെ ഈ ഒരു ഓരോ അഡ്ജക്റ്റീവിനെയും സ്ഥാനത്തിൽ നിന്ന് മാറ്റി, അതായത് അവരോരിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് മാറ്റി ഇരുത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓർഡറിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾ. ഒസാസ്കോംബ് എന്ന് പറയുമ്പം O for opinion, S for size, A for age. രണ്ടാമത്തെ എസ് ആണ്, റിപ്പീറ്റ് വരുന്നതാണ് അല്ലേ? ആ രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത് ഷേപ്പാണ്. ഇത് നമ്മൾ തിരിഞ്ഞു പോരുത്. ആദ്യം ഷേപ്പ് ആണെന്നും പിന്നെ സൈസ് ആണെന്നും തെറ്റിദ്ധരിക്കരുത്. ഫസ്റ്റ് വൺ സൈസ് ആണ്, പിന്നെയാണ് ഷേപ്പ് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് കളർ, ദെൻ ഒറിജിൻ, മെറ്റീരിയൽ ആൻഡ് ദ ലാസ്റ്റ് വൺ പേർപ്പസ്. പിന്നെ നോക്കിക്കേ, പൊസിഷൻ. അഡ്ജക്റ്റീവ്സ് യൂഷ്വലി കം ബിഫോർ ദ നൗൺ. സാധാരണയായിട്ട് നൗണിന് മുൻപായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഈ ഒരു സെന്റൻസിൽ നൗൺ അവസാനമാണ്, നൗണിന് മുൻപേ ആയിട്ടാണ് ഇത്രയും അഡ്ജക്റ്റീവ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെ നമ്മൾ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്. ബട്ട് സം കം ആഫ്റ്റർ ദ നൗൺ. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നില്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അഡ്ജക്റ്റീവ് നൗണിന് ശേഷം വന്നേക്കാം. അപ്പോൾ അഡ്ജക്റ്റീവുകൾക്ക് മുൻപേ ആണ്, അതായത് നൗണിന് മുൻപേ ആണ് നമ്മൾ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവിനെ എന്ത് വിളിക്കും? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. എന്നാൽ നൗണിന് ശേഷമാണ് നമ്മൾ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആഫ്റ്റർ ദ നൗൺ, നൗണിന് ശേഷം യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവുകൾ നമ്മൾ എന്ത് വിളിക്കും? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. നെക്സ്റ്റ് നോക്കിക്കേ, എക്സാമ്പിൾ. പ്രെഡിക്കേറ്റീവ് എന്ന എക്സാമ്പിൾ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ദ ഗേൾ ഈസ് ബ്യൂട്ടിഫുൾ. എന്താണ്? ആ പെൺകുട്ടി വളരെ മനോഹരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സുന്ദരിയാണ്. അപ്പം നോക്കിക്കേ, ദ ഗേൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിൽ നൗൺ ആദ്യമാണോ അതോ അവസാനമാണോ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഫസ്റ്റ് തന്നെ എന്ത് വന്നിരിക്കുകയാണ്? നമ്മുടെ നൗൺ നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഗേൾ, ദ ഗേൾ. അപ്പം അതിനുശേഷമാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നൗണിന് ശേഷവും എന്ത് വരാറുണ്ട്? അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. എന്നാൽ നൗണിന് മുൻപേ ആയിട്ട് വരുന്ന അഡ്ജക്റ്റീവ്സുകളെ നമ്മൾ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. നൗണിന് ശേഷമാണ് അഡ്ജക്റ്റീവ് വരുന്നതെങ്കിൽ അതിനെ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർഡർ ഓഫ് ദി അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദി അഡ്ജക്റ്റീവ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യുക. ഒസാസ്കോംബ്. O എന്തിനെ സൂചിപ്പിക്കുന്നു? S എന്തിനെ സൂചിപ്പിക്കുന്നു? അങ്ങനെ തുടങ്ങി ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് SSC GD 2025 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഫീ വരുന്നത് വെറും 2500 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡഡ് സെഷനും ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി 6 days ക്ലാസ്സസ് വരുന്നുണ്ട്. ഡെയിലി പ്രാക്ടീസ് പേപ്പറുകളുണ്ട്. തുടർന്ന് 100-ൽ പരം മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നേരിട്ട് അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അഡ്മിഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഇനി ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവസരം നിങ്ങളിപ്പോൾ തന്നെ, ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള അവസരം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം എപ്പോഴേ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലേ?
അപ്പോൾ ഇതൊരു ലാസ്റ്റ് മൊമെൻ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ട് കോൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അതായത് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ എന്താണ് ടോളർ എന്താണ്, ടോളസ്റ്റ് എന്താണ്? അതാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ എന്താണ്, താരതമ്യം ചെയ്യുകയാണ് അവിടെ അല്ലേ. അപ്പോൾ അഡ്ജക്റ്റീവ്സിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ അഡ്ജക്റ്റീവ്സിന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അതായത് അഡ്ജക്റ്റീവ്സ് ഹാവ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. 3 ഡിഗ്രീസ് ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി, 2 കമ്പാരിറ്റീവ് ഡിഗ്രി, 3 സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഏതൊക്കെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്നത്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, ലാസ്റ്റ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി ഓരോ ഡിഗ്രിയിലും എന്താണ് പറയുന്നത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ ബേസ് ഫോം ആണ്. അഡ്ജക്റ്റീവിൻ്റെ ബേസ് ഫോമിനെ നമ്മൾ എന്ത് വിളിക്കും? പോസിറ്റീവ് ഡിഗ്രി എന്ന് വിളിക്കും. കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? കമ്പയർ ചെയ്യാണ്. 2 വസ്തുക്കളെ അല്ലെങ്കിൽ 2 എണ്ണത്തെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുമ്പോൾ കമ്പയർസ് മോർ ദാൻ 2. 2-ലധികം കമ്പാരിസൺ വരുന്ന സമയത്ത് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടോൾ എന്നുള്ള അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് കാണാം അല്ലേ. ടോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ഇനി ടോളർ എന്ന് പറയുമ്പോഴോ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. ടോളസ്റ്റ് ആകുമ്പോഴോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലായി അല്ലേ. അപ്പോൾ ടോൾ എന്ന് പറയുന്ന ബേസ് ഫോം ആണ് നമ്മൾ കണ്ടത്. അഡ്ജക്റ്റീവ് ആണ് ടോൾ എന്ന് പറയുന്നത് അല്ലേ. പൊക്കം, ഉയരം എന്ന് പറയുമ്പോൾ അതൊരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ടോൾ, ടോളർ, ടോളസ്റ്റ് ആണ് കമ്പാരിറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലും വരുന്നത്. ഇനി ഇൻ്റലിജൻ്റ് ആണെങ്കിലോ, ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു അഡ്ജക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇൻ്റലിജൻ്റർ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റസ്റ്റ് എന്നൊന്നും എഴുതാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വേർഡ് തന്നെ ഇംഗ്ലീഷിലില്ല. നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. മോർ ഇൻ്റലിജൻ്റ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുമ്പോൾ ഇൻ്റലിജൻ്റ് എന്തായി മാറുന്നു? മോർ ഇൻ്റലിജൻ്റ് ആകുന്നു. സൂപ്പർലേറ്റീവിൽ വരുമ്പോഴോ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആകുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻ്റലിജൻ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ 3 ഫോംസ് അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് ആണ് നമ്മൾ നോക്കിയത്. ഇൻ്റലിജൻറ്റ്, മോർ ഇൻ്റലിജൻറ്റ്, അതുപോലെ തന്നെ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് റൂൾസ് കൂടി ശ്രദ്ധിക്കണം. എവിടെയാണ് ESTയും ERഉം ഒക്കെ ചേർത്ത് നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഒക്കെ ആക്കാനായിട്ട് പറ്റുന്നത്? എവിടെയാണ് മോറും മോസ്റ്റും ചേർത്ത് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആക്കേണ്ടത്? അപ്പോൾ നോക്കിക്കേ, ഇവിടെ കുറച്ച് ചെറിയ നിസ്സാരമായിട്ടുള്ള കുറച്ച് റൂൾസുകളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂസ് ER ഫോർ കമ്പാരിറ്റീവ്സ് ആൻഡ് EST ഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ മിക്ക അഡ്ജക്റ്റീവുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ER ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏത് ഫോം കിട്ടും? കമ്പാരിറ്റീവ് ഫോമും. EST ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഫോമും നമുക്ക് കിട്ടും. അപ്പോൾ ബിഗ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ബിഗ് ആണെങ്കിലോ ബിഗിൻ്റെ സെക്കൻഡ് ഫോം ബിഗ്ഗർ ആണല്ലേ. ER ചേർത്ത് നമ്മളതിനെ കമ്പാരിറ്റീവ് ആക്കി. ഇനി സൂപ്പർലേറ്റീവ് ആക്കണമെങ്കിൽ EST ചേർത്താൽ പോരെ, എന്താകും? ബിഗ്ഗസ്റ്റ് എന്നാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ബിഗ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്? ബിഗ്ഗർ. ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇനി മോറും മോസ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഒക്കെ എഴുതും? ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ ഒരു അഡ്ജക്റ്റീവിനെ നമുക്ക് ബ്യൂട്ടിഫുള്ളറോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളസ്റ്റോ എന്നൊന്നും ആക്കി മാറ്റാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു വേർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ യൂസേജ് തന്നെ തെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് എങ്ങനെ നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടും? അതിനായിട്ട് നമ്മൾ മോറും മോസ്റ്റ് യൂസ് ചെയ്യണം അല്ലേ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ബേസ് ഫോം അഥവാ പോസിറ്റീവ് ഡിഗ്രിയാണ്. മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയും മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കേ, നെവർ യൂസ് ഡബിൾ കമ്പാരിറ്റീവ്സ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് മോർ ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്ലിയർ ആക്കാം. ഗുഡ് എന്ന് പറയുന്ന ബേസ് ഫോം ഉണ്ടല്ലോ, അതായത് ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ ബേസ് ഫോം ആണ്. അപ്പോൾ ഗുഡിൻ്റെ
സെക്കൻഡ് ഫോം ആണ് ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് ഫോം സൂപ്പർലേറ്റീവ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണിത് അല്ലേ. ഗുഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെയാണോ ERഉം ESTയും ചേർത്തത്? അല്ല. ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ബെറ്ററും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത് ബെസ്റ്റുമാണ് അല്ലേ. ഇപ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മോർ ബെറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മോർ എന്ന് യൂസ് ചെയ്യുന്നത് ER യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മോർ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ. അതുപോലെ തന്നെ മോസ്റ്റ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം EST അല്ലെങ്കിൽ ST യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് പിന്നെ മോസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യം ഡബിളായിട്ട് നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡബിളായിട്ട് നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് റൂളുകൾ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഏതാണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അഡ്ജക്റ്റീവ്സിന് നമുക്ക് എത്ര ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടെന്ന് മനസ്സിലായി? 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അത് ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ. ഇനി ഇത്തരത്തിൽ ഒരു ബേസ് ഫോമിനെ, അതായത് അഡ്ജക്റ്റീവിൻ്റെ ഒരു പോസിറ്റീവ് ഫോമിനെ എങ്ങനെ കമ്പാരിറ്റീവിലോട്ടും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവിലോട്ടും ആക്കി മാറ്റാനായിട്ട് സാധിക്കും? എങ്ങനെയാണ്? ER ചേർത്തുകൊണ്ട്, അതായത് ബേസ് ഫോമിനോടൊപ്പം ER ചേർത്താൽ നമുക്ക് കമ്പാരിറ്റീവ് കിട്ടുമെന്നും EST ചേർത്താൽ സൂപ്പർലേറ്റീവ് കിട്ടുമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ചില സാഹചര്യത്തിൽ നമുക്ക് ERഉം ESTയും ചേർത്താൽ യൂസേജ് തന്നെ തെറ്റിപ്പോകും. അങ്ങനെ ഒരു വാക്കേ ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളാണെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? കമ്പാരിറ്റീവ് ആകുമ്പോൾ മോറും അതുപോലെ തന്നെ മോസ്റ്റ് സൂപ്പർലേറ്റീവിലും ചേർക്കുന്നു. ഇനി മോറും മോസ്റ്റും ഒന്നും ഡബിളായിട്ട് നമുക്ക് ചേർക്കാനായിട്ട് പറ്റില്ല. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി 2 തവണ നമുക്ക് വരാൻ പറ്റില്ല. മോറ് ചേർക്കുന്നത് തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പോൾ ചില വാക്കുകൾക്ക് ER ഉൾപ്പെടെയുള്ള വാക്കുകൾക്ക് നമുക്ക് വീണ്ടും എന്ത് ചേർക്കാൻ പറ്റില്ല? ഡബിൾ കമ്പാരിറ്റീവ് ചേർക്കാനോ അല്ലെങ്കിൽ EST ഉള്ള വാക്കുകൾക്ക് ഡബിൾ എന്താണ് സൂപ്പർലേറ്റീവ് ചേർക്കാനോ നമുക്ക് സാധിക്കില്ല. അതായത് മോർ ചേർത്തിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ചേർത്തിട്ട് തേർഡ് ഫോം എഴുതാനായിട്ട് നമുക്ക് സാധിക്കാത്ത ചില സാഹചര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വിശദമായിട്ട് കുറച്ച് ടേബിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ടേബിൾസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ യൂസേജിലുള്ള ചില അഡ്ജക്റ്റീവ്സും അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 3 ഡിഗ്രിയിലായിട്ട് 3 കോളമായിട്ട് നമുക്ക് ഈ ഒരു ടേബിളിനെ തിരിച്ചതായിട്ട് കാണാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസ് ഫോം ആണ് അല്ലേ. ടോൾ ആണ്. ടോൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി നമുക്ക് ടോളർ ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്നത് എന്താണ്? ടോളസ്റ്റ് ആണ്. അപ്പോൾ ടോൾ, ടോളർ, ടോളസ്റ്റ് ആണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ഷോർട്ട് ആണ്. ഷോർട്ട് ഇതുപോലെ തന്നെ ERഉം ESTയും ചേർത്ത് നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ചേർക്കാം അല്ലേ. ഷോർട്ട്, ഷോർട്ടർ, അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ്. നെക്സ്റ്റ് നോക്കിക്കേ, ബിഗ് ആണ്. ബിഗ് എന്ന് പറയുമ്പം ബേസ് ഫോമിലാണ് അഡ്ജക്റ്റീവ് വരുന്നത്. ബിഗ്ഗർ ആണ് കമ്പാരിറ്റീവ്, ബിഗ്ഗസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. നെക്സ്റ്റ് വരുന്നത് സ്മോൾ ആണ്. സ്മോൾ, സ്മോളർ, അതുപോലെ തന്നെ സ്മോളസ്റ്റ്. ഫാസ്റ്റ് വരുന്നുണ്ട്. അടുത്ത അഡ്ജക്റ്റീവ് ഫാസ്റ്റ് ആണ്. ഫാസ്റ്റർ. നെക്സ്റ്റ് വൺ ഫാസ്റ്റസ്റ്റ്. ഇനി വരുന്നതൊക്കെ നോക്കിക്കേ, സ്ലോ ഉണ്ട്, യങ് ഉണ്ട്, ഓൾഡ് ഉണ്ട്, ഈസി ഉണ്ട്. ഓരോന്നിൻ്റെ നോക്കാം. സ്ലോ, സ്ലോവർ, അതുപോലെ സ്ലോവസ്റ്റ്. സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. ERഉം ESTയും ചേർക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ഓൾഡ്, ഓൾഡർ, അതുപോലെ ഓൾഡസ്റ്റ്. ഈസി, ഈസിയർ. ഇവിടെ ശ്രദ്ധിച്ചേ, ഈസിയർ എന്നും ഈസിയസ്റ്റ് എന്നും എഴുതിയപ്പം നമ്മുടെ സ്പെല്ലിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അവസാനം ഈസി എന്ന് പറയുന്ന വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ എന്താണ്? Y ആണ്. പക്ഷേ ഈസിയർ ആക്കുന്ന സമയത്ത് Y ചേഞ്ച് ആയിട്ട് നമ്മൾ I ആണ് ആക്കുന്നത്. ഈസിയസ്റ്റ് ആക്കുമ്പോഴും Y ചേഞ്ച് ആയിട്ട് നമ്മൾ എന്താക്കണം? I ആണ് ആക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള ടേബിൾസ് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് കുറച്ചുകൂടി ടേബിൾസ് ഇവിടെ, അതായത് കുറച്ചുകൂടി അഡ്ജക്റ്റീവ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതായിട്ട് കാണാം നമ്മുടെ ടേബിളിൽ. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഹാപ്പി ഉണ്ടല്ലേ. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ Y ചേഞ്ച് ആക്കിയിട്ട് I ആകുന്ന സാഹചര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ക്ലെവർ ആണെങ്കിലോ ക്ലെവറർ, അതുപോലെ ക്ലെവറസ്റ്റ്. നെക്സ്റ്റ് ബ്രേവ് ആണല്ലേ. ബ്രേവർ, ബ്രേവസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രോങ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റർ, അതുപോലെ സ്വീറ്റസ്റ്റ്. നെക്സ്റ്റ് ഹെവി ആണ്. ഹെവി ആകുമ്പോൾ Y മാറിയിട്ട് എന്താകണം? I ആകുന്നുണ്ട്. ഹെവിയർ, ഹെവിയസ്റ്റ്.
ബ്യൂട്ടിഫുൾ, യൂസ്ഫുൾ, കെയർഫുൾ. ശ്രദ്ധിച്ചേ, ഇവയോടൊപ്പം മോറും മോസ്റ്റും ആണ് ചേർക്കേണ്ടത്. ബ്യൂട്ടിഫുൾ ആണെങ്കിൽ കമ്പാരിറ്റീവ് ആകുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ, സൂപ്പർലേറ്റീവിലേക്ക് ആകുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആകുന്നുണ്ട്. യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ ആണ്. കെയർഫുൾ ആണെങ്കിൽ മോർ കെയർഫുൾ, മോസ്റ്റ് കെയർഫുൾ ആകുന്നുണ്ട്. ഗുഡ് വരുന്നത് ബെറ്റർ, ബെസ്റ്റ് ആണ്. ഓക്കെ, ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. ബാഡ് ആണെങ്കിലോ വേഴ്സ്, അതുപോലെ വേഴ്സ്റ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചില ബേസ് ഫോമിനെ പോലെ ആയിരിക്കില്ല കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില വാക്കുകളായിരിക്കും നമുക്ക് കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ എന്താണ് ബേസ് ഫോം, അതായത് പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും പഠിച്ചു വെക്കുക. ഇനി നമ്മൾ സാധാരണ വരുത്തുന്ന ചില തെറ്റുകളാണ് ഇനി ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഇനി അഡ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കോമൺ എറേഴ്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കോമൺ എറേഴ്സ്? അതായത് സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ കുട്ടികൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ മാർക്ക് തന്നെ നിങ്ങൾക്ക് നഷ്ടമാകാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഷീ ഈസ് മോർ ബെറ്റർ ദാൻ ഹെർ സിസ്റ്റർ. നമ്മളിപ്പോൾ പഠിച്ച റൂൾസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് തെറ്റാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിക്കേ, മോർ ബെറ്റർ, അതായത് ഗുഡ് എന്ന് പറയുന്ന ബേസ് ഫോമിനോടൊപ്പം നമ്മൾ ചേർക്കുന്ന കമ്പാരിറ്റീവ് എന്താണ്? ബെറ്ററും ബെസ്റ്റും ആണ്. അപ്പോൾ നേരത്തെ ഒരു റൂളിൽ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഡബിൾ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡബിൾ സൂപ്പർലേറ്റീവ് ചേർക്കാനായിട്ട് പറ്റില്ല. ഇവിടെ മോർ കമ്പാരിറ്റീവിൽ വരുന്നതാണ്, ബെറ്ററും കമ്പാരിറ്റീവിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെ ഈ ഒരു സെന്റൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഷീ ഈസ് ബെറ്റർ ദാൻ ഹെർ സിസ്റ്റർ, അവിടെ മോർ മാറ്റിക്കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഷീ ഈസ് ബെറ്റർ ദാൻ ഹെർ സിസ്റ്റർ എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് വീണ്ടും ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ഹാവ് മെനി ഫർണിച്ചേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല. ഫർണിച്ചർ എന്ന് പറയുന്ന വേർഡിനകത്ത് തന്നെ നമുക്ക് എന്താണ്, പ്ലൂറൽ ആണെങ്കിൽ കൂടി സിംഗുലാരിറ്റി ആണ് അവിടെ വരുന്നത്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടേബിൾ, ചെയർ, പിന്നെന്താണ് കബോർഡ്, കോട്ട് തുടങ്ങി എല്ലാ സാധനങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ അതിനെ ഫർണിച്ചേഴ്സ് എന്ന് പറയരുത്, ഫർണിച്ചർ എന്നാണ്, സിംഗുലർ ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. നമുക്കറിയാം അതിനകത്ത് ഇത്രയും ഒബ്ജക്ട്സ് വരുന്നുണ്ടെങ്കിൽ കൂടി ഫർണിച്ചർ എന്താണ്, സിംഗുലർ ആണ്. അതിനെ നമുക്ക് പ്ലൂറൽ ആക്കി എസ് ആഡ് ചെയ്ത് ഒരിക്കലും പ്ലൂറൽ ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? ഐ ഹാവ് മച്ച് ഫർണിച്ചർ. ഫർണിച്ചേഴ്സ് എന്നൊരു വാക്കില്ല, ഫർണിച്ചർ എന്ന് മാത്രമേ ഉള്ളൂ. ഐ ഹാവ് മച്ച് ഫർണിച്ചർ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി മെനി ചേർക്കാൻ പറ്റത്തില്ല, കാരണം മെനി ചേർക്കുന്നത് കൗണ്ടബിൾ നൗൺസിനോടൊപ്പമാണ്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് നമുക്കവിടെ മെനി ചേർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചേർക്കണം? മച്ച് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ കൗണ്ടബിൾ നൗൺസിനോടൊപ്പമാണ് മെനി ചേർക്കാനായിട്ട് സാധിക്കുന്നത്. ഫർണിച്ചറിന്റെ കേസിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ഫർണിച്ചർ ഈസ് അൺകൗണ്ടബിൾ. ഫർണിച്ചർ എന്ന് പറയുന്ന നൗൺ എന്ത് തരം നൗൺ ആണ്? അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് നമ്മൾ ഫർണിച്ചറിനെ കാണുന്നത്. നെക്സ്റ്റ് നോക്കിക്കുക, അടുത്ത സെന്റൻസ് ഈച്ച് ബോയ്സ് വെയർ പ്രസന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഓരോ ഇൻഡിവിജ്വലിനെയാണ് എടുത്തു പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ സിംഗുലർ ആണ് വരേണ്ടത്. അവിടെ നമുക്ക് ബോയ്സ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈച്ച് ബോയ് വാസ് പ്രസന്റ്. ഈച്ച് എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിംഗുലർ സബ്ജക്റ്റുകളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വാസ് ആണോ വെയർ ആണോ വരേണ്ടത്? സിംഗുലർ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വരേണ്ടത് എന്താണ്? വാസ് ആണ് അല്ലേ. ഈച്ച് ബോയ് വാസ് പ്രസന്റ് എന്നുള്ളൊരു ചേഞ്ച് കൂടി നിങ്ങൾ വരുത്തണം. അപ്പോൾ ഈച്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഈസ് യൂസ് ചെയ്യുക, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കുക, നെക്സ്റ്റ് സെന്റൻസ് ഹീ ഈസ് ദ മോസ്റ്റ് ടോളസ്റ്റ് ബോയ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ വീണ്ടും ഡബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഡബിൾ ആയിട്ട് വന്നിരിക്കുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഡബിൾ വന്നിരിക്കുന്നത് അല്ലേ. മോസ്റ്റും വന്നിട്ടുണ്ട്, ടോളസ്റ്റും വന്നിട്ടുണ്ട്. 2 തവണ ആവർത്തിച്ച് ഒരേ ഡിഗ്രി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഹീ ഈസ് ദ ടോളസ്റ്റ് ബോയ്. നമുക്ക് അവിടെ മോസ്റ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം ഹീ ഈസ് ദ ടോളസ്റ്റ് ബോയ്. കാരണം നമുക്ക് ഇവിടെ ഡബിൾ ആയിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാനായിട്ട്, ഒരു സെന്റൻസിനകത്ത് ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള റൂള് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത സമയത്ത് നമ്മൾ എന്തെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ
എന്തെല്ലാം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഓൾവേസ് യൂസ് അഡ്ജക്റ്റീവ്സ് വിത്ത് നൗൺസ് ഓർ പ്രൊനൗൺസ്. എല്ലായ്പ്പോഴും അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരോടൊപ്പമാണ്? നൗണിനോടൊപ്പം അല്ല എങ്കിൽ പ്രോനൗണിനോടൊപ്പമാണ് നമ്മൾ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? നൗൺസിനോടൊപ്പം അല്ലെങ്കിൽ പ്രൊനൗൺസിനോടൊപ്പമാണ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അഡ്ജക്റ്റീവ് എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ഓർഡർ നമ്മൾ പഠിച്ചിരുന്നു, ഒസാസ്കോംബ് എന്നുള്ള ഓർഡർ. അത് കൃത്യമായിട്ട് കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഒന്നിലധികം, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് വരുന്ന സമയത്ത്, അതായത് ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ഈ ഓർഡർ ആണ് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കേണ്ടത്. നെക്സ്റ്റ്, അവോയ്ഡ് യൂസിങ് ഡബിൾ കമ്പാരിറ്റീവ്സ് ഓർ ഡബിൾ സൂപ്പർലേറ്റീവ്സ്. ഒരു സെന്റൻസിനകത്ത് ഡബിൾ ആയിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രി വരാൻ പാടില്ല, അതുപോലെ തന്നെ ഡബിൾ ആയിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി കയറി വരാൻ പാടില്ല. മേക്ക് ഷുവർ അഡ്ജക്റ്റീവ്സ് അഗ്രി ഇൻ നമ്പർ ആൻഡ് ഫോം വിത്ത് ദ നൗൺസ് ദേ ഡിസ്ക്രൈബ്. അതായത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് ഷുവർ ആക്കുക. അതായത് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ, എങ്കിൽ മാത്രമേ അതിൻ്റെ നമ്പർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സബ്ജക്റ്റുകൾക്ക് അനുയോജ്യമായി സെൻറ്റൻസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ഓരോ അഡ്ജക്റ്റീവ്സിൻ്റെയും പ്രത്യേകതകൾ, ചേർക്കേണ്ടത് എവിടെയാണ്, EST വരുന്നത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൂടുതൽ അഡ്ജക്റ്റീവ്സ് കളക്ട് ചെയ്ത് എന്താണ് തേർഡ് ഫോം വരെ, അതായത് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോമിലുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ മുഴുവനായിട്ട് കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. സോ നിങ്ങൾക്കായിട്ട് ആനുവൽ ഡിഫൻസ് അക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ആനുവൽ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, നിങ്ങൾക്കത് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.